കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ വിദ്യാർത്ഥി പ്രതിനിധികൾ പ്രിൻസിപ്പലുമായി നടത്തിയ ചർച്ചയിൽ സമവായം. വിദ്യാർത്ഥിയുടെ ആത്മഹത്യ അന്വേഷിക്കാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ ആഭ്യന്തര അന്വേഷണ സമിതിയെ രൂപീകരിക്കും. വിദ്യാർത്ഥി പ്രതിനിധികളും സമിതിയിൽ ഉണ്ടാകും. അതേസമയം സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് മാനേജ്മെന്റ് രേഖാമൂലം എഴുതി നൽകിയെന്നും വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. ഈ മരണത്തിന് ഉത്തരവാദികളായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കറക്റ്റായുള്ള നടപടികൾ ക്യാമ്പസിനകത്ത് ഉണ്ടാവും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാമ്പസിൽ നമ്മൾ പ്രാഥമികമായിട്ടുള്ള ആവശ്യമുള്ള 12 ആവശ്യങ്ങളുണ്ട്. ആ 12 ആവശ്യങ്ങളും ഈ കമ്മിറ്റി ചർച്ച ചെയ്യും. അതിനുവേണ്ട ചർച്ച ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പൾ ഈ ചർച്ച അല്ലെങ്കിൽ ഈ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു രീതിയിലുള്ള ഇൻ്റർഫിറൻസും പ്രിൻസിപ്പളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൺസേൺ ആയിട്ടുള്ള HOD അതുപോലെ തന്നെ KT കോർഡിനേറ്ററിനെയും ഇതിൽ നിന്നും ഈ റിപ്പോർട്ട് വരുന്നിടം വരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിന് വേണ്ട റിപ്പോർട്ട് തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥികളെതിരെയും ഡിസിപ്ലിനറി ആക്ഷൻസ് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ ശബ്ദമായിട്ട് വരാൻ വേണ്ടി കോളേജ് യൂണിയന് വേണ്ട എക്സ്റ്റൻഷൻ പീരീഡ് നൽകി തന്നിട്ടുണ്ട്. ഇത്രയാണ് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. അതുപോലെ 12 ഡിമാൻഡുകൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ട് അത് ചർച്ച ചെയ്യും. അതിനുണ്ട് താൽക്കാലികമായിട്ട് നമ്മൾ സമയം അവസാനിപ്പിക്കുകയാണ്. അതേസമയം മാനേജ്മെന്റുമായുള്ള ചർച്ചയിൽ താൽക്കാലികമായി സമരം അവസാനിപ്പിക്കുകയാണെന്നും ഉറപ്പുകളിൽ വീഴ്ച വരുത്തിയാൽ ഇനിയും പ്രതിഷേധം ശക്തമാകുമെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദും പ്രതികരിച്ചു.